ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞാണ് IPL സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. IPL എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രീമിയർ ലീഗ്, ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ്. അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. അപ്പം ഈ ടൂർണമെന്റ് ഇപ്പം സ്ട്രീം ചെയ്യുന്നത് ജിയോ സിനിമയാണ്. ഇതിന് മുമ്പ് ഇത് സ്ട്രീം ചെയ്തുകൊണ്ടിരുന്നത് ഹോട്ട്സ്റ്റാർ ആണ്. അതേപോലെ തന്നെ നമുക്ക് TV ഇത് സ്ട്രീം ചെയ്യുന്നത് സ്റ്റാർ സ്പോർട്സ് ആയിരുന്നു. അപ്പോൾ ജിയോ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ജിയോ സിനിമ ഈ ഒരു IPL സ്ട്രീം ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് സ്ട്രീം ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഡൗട്ട് കാണും, ജിയോ എന്ത് സാധനം ഫ്രീ ആയിട്ട് തന്നാൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കളി കാണും. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് ജിയോ നമുക്ക് നെറ്റ് ഫ്രീ ആയിട്ട് തന്ന് പരിമിത ഫലമായിട്ടാണ് നമ്മളിപ്പം ഈ ഒരു സിസ്റ്റം ഒക്കെ എൻജോയ് ചെയ്യുന്നത്. അതൊരു നല്ല കാര്യമായിരുന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ജിയോ അന്ന് നെറ്റ് ഫ്രീ തന്നതുകൊണ്ടാണ് ഇന്ത്യ ഡിജിറ്റലി ഒരുപാട് മുന്നിലേക്ക് പോയത്. ഓക്കെ, അതേപോലെ പിന്നെ അത് ജിയോയുടെ ബിസിനസിന്റെ ഭാഗമായിട്ട് ഇപ്പം നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സിൽ ഒന്ന് ജിയോ തന്നെയാണ്. അത് ജിയോയ്ക്ക് അഡ്വാൻറ്റേജ് ആ രീതിയിലുണ്ടായി, നമുക്കും നല്ല രീതിയിലുള്ള അഡ്വാൻറ്റേജ് ഉണ്ടായി എന്നുള്ളതാണ് സത്യം. നമുക്ക് ജിയോ സിനിമയിലേക്ക് വരാം. ജിയോ സിനിമ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നേരത്തെ ജിയോ സിനിമ യൂസ് ചെയ്തവർക്കറിയാം, അതിന് നമുക്ക് ജിയോയുടെ സിം ഉപയോഗിച്ചുകൊണ്ട് സൈനപ്പ് ചെയ്താൽ മാത്രമേ കണ്ടന്റ്സ് കാണാൻ പറ്റത്തുള്ളായിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഏത് നെറ്റ്വർക്ക് പ്രൊവൈഡർ ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്, അതൊന്നും ഒരു വിഷയമല്ല. നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. ഏകദേശം 20,000 കോടി രൂപ ചെലവാക്കിയിട്ടാണ് ജിയോ 5 വർഷത്തെ IPL സ്ട്രീമിംഗ് റൈറ്റ്സ് വാങ്ങി. അപ്പൊ ഇത്രയും, അതായത് ഏകദേശം ഒരു മാച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 50 കോടി രൂപയ്ക്ക് അടുത്ത് റൈറ്റ്സ് മാത്രം ചിലവാകുന്നുണ്ട്. പിന്നെ സ്ട്രീം ചെയ്യുന്ന വേറെ പരിപാടികളൊക്കെ വേറെ പൈസയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത്രയും പൈസ ചെലവാക്കുന്ന ജിയോ എന്തുകൊണ്ടാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഈ കണ്ടന്റ്സ് തരുന്നത്? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്. ചില പരിപാടികളൊക്കെ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. സോ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ജിയോ സിനിമ മറ്റുള്ള പ്ലാറ്റ്ഫോംസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് IPL സ്ട്രീം ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? എക്സ്ട്രാ ആയിട്ട് ഒന്നാമത്തത് 4K സ്ട്രീമിംഗ് നമുക്ക് തരുന്നുണ്ട്. അതായത് സ്മാർട്ട് TVസിൽ നിങ്ങൾ 4K സപ്പോർട്ട് ചെയ്യുന്ന സ്മാർട്ട് TVs യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് 4K സ്ട്രീം ചെയ്യാൻ പറ്റും IPL. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഡോൾബി അറ്റ്മോസ്. ഡോൾബി അറ്റ്മോസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒരു ഹോം തിയേറ്റർ സെറ്റപ്പ് നിങ്ങൾക്ക് വേണം, എന്നാൽ മാത്രമേ ഈ ഒരു സംഭവം കിട്ടത്തുള്ളൂ. അപ്പോൾ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 12 ലാംഗ്വേജസിൽ ഇന്ത്യയിൽ IPL സ്ട്രീം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡിഫറെന്റ് ആംഗിൾസിൽ നമുക്ക് ഈ കളി കാണാൻ പറ്റും. പക്ഷെ അതെനിക്ക് വലിയ സംഭവമായിട്ട് തോന്നിയില്ല. പല ആംഗിളും ചെക്ക് ചെയ്ത് നോക്കി നമുക്ക് ഭയങ്കര ഒരു കംഫർട്ടബിൾ അല്ല. നമ്മൾ പഴയ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഇഷ്ടം. പിന്നെ ലൈവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് അടിച്ചിട്ട് റീവൈൻഡ് അടിച്ചിട്ട് കളി കാണാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. അതേപോലെ തന്നെ റീസെന്റ് ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞ സെറ്റപ്പ് ഉണ്ട്. അങ്ങനെ കുറെ പരിപാടികൾ ജിയോ സിനിമയിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ജിയോയിൽ കളി കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും നല്ല രീതിയിലുള്ള ലാഗും അതേപോലെ ഹാങ്ങും കാര്യങ്ങളൊക്കെ ജിയോ. ഇപ്പൊ നിങ്ങൾ നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് ജിയോ സിനിമ എന്ന് പറയുന്നത്. സോ അതുകൊണ്ടായിരിക്കണം അവർ ഈ ഒരു ഫസ്റ്റ് ഇയറിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഇത് കണ്ടന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവർക്കും കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും, ടെക്നിക്കലി അപ്ഡേറ്റഡ് ആവാനുണ്ടാവും. എനിക്ക് തോന്നുന്നു അടുത്ത വർഷം തൊട്ട് ജിയോ സിനിമ ഫ്രീ ആയിട്ട് നമുക്ക് തരില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഇനി ജിയോയുടെ റവന്യൂ എങ്ങനെയാണ് വരുന്നത് നമുക്ക്? അപ്പൊ മെയിൻ ആയിട്ടും ഒരു കണ്ടന്റ് സ്ട്രീം ചെയ്യുന്ന സമയത്ത് നമുക്ക് റവന്യൂ വരുന്നത് എവിടെ നിന്നാണ്? അഡ്വർടൈസ്മെന്റ് റവന്യൂ ആണ് വരുന്നത്. അപ്പൊ ജിയോയിലും നമുക്ക് അഡ്വർടൈസ്മെന്റ് റവന്യൂ ഉണ്ട്. ജിയോ സിനിമയിൽ നിങ്ങൾ IPL കാണുന്ന സമയത്ത് ഓരോ ഓവറിന്റെ ഇടയ്ക്ക് വരുന്ന അഡ്വർടൈസ്മെന്റിനുള്ള റവന്യൂ ജിയോയ്ക്ക് കിട്ടുന്നുണ്ട്. സോ അതൊരു റവന്യൂ മോഡലാണ്. അത് നമുക്ക് വിസിബിളി കാണാൻ പറ്റുന്ന ഒരു റവന്യൂ മോഡലാണ്. ഇനി അപ്പൊ ഈ ഒരു സംഭവം പറയുന്ന സമയത്ത് രണ്ട് നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സിന് മെയിൻ ആയിട്ട് ഇതുകൊണ്ട് അഡ്വാൻറ്റേജ് ഉണ്ടാവും. അതായത് ഒരു 10 പേരെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു 4 പേരുടെ കയ്യിൽ ജിയോയും 4 പേരുടെ കയ്യിൽ എയർടെലും ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് 2 പേർക്കും ബെനിഫിറ്റ് വരുന്നൊരു സംഭവമാണ്. അതായത് നമ്മൾ IPL കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്മാർട്ട് ഫോണിലാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റീചാർജ് ചെയ്യും. റീചാർജ് ചെയ്യുന്ന സമയത്ത് അവിടെ ആർക്കാണ് ബെനിഫിറ്റ് വരുന്നത്? ജിയോയ്ക്കാണ് ബെനിഫിറ്റ് വരുന്നത്. ജിയോ അതിന്റെ കൂടെ തന്നെ ക്രിക്കറ്റ് പാക്സ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പാക്കുകളും ഒക്കെ അവൈലബിൾ ആക്കി കൊടുക്കും. അപ്പൊ അങ്ങനെ ജിയോയ്ക്ക് ഒരു തരത്തിൽ ആ ഒരു മെത്തേഡിൽ നിന്ന് ഒരു റവന്യൂ വരെയാണ്, എക്സ്ട്രാ റവന്യൂ വന്നുകൊണ്ടേയിരിക്കും. അതായത് റീചാർജ് ചെയ്യുന്നതിനാണ്. ഓക്കെ, അതൊരു റവന്യൂ സോഴ്സ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. ഇനി കണ്ടന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിന്റെ ഒരു സംഭവം ഉണ്ട്. ജിയോ സിനിമയിൽ നിങ്ങൾ കണ്ടന്റ് വാച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ തരത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സൈനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ നമ്മൾ സൈനപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വലിയ ശല്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ സൈനപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ വേറൊരു സിമ്മാണ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റാ ബേസ് ജിയോയുടെ കയ്യിൽ വരും. ലൈക്ക് എൻ്റെ കയ്യിൽ ഒരു BSNL സിം ഉണ്ട്. അപ്പോൾ ഞാൻ ആ BSNL സിം ഞാൻ വൈഫൈ കണക്ട് ചെയ്തിട്ടാണ് IPL സ്ട്രീം ചെയ്യുന്നത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൈനപ്പ് ചെയ്യുന്ന സമയത്ത് ശല്യം കാരണം ഞാൻ എൻ്റെ BSNL നമ്പർ വെച്ചിട്ട് അതിൽ സൈനപ്പ് ചെയ്യും. സൈനപ്പ് ചെയ്യുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു BSNL സിം ഉണ്ടെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവും. അപ്പം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് നാളുകൾക്ക് ശേഷം അവർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഓഫറുകൾ നമുക്ക് സെൻഡ് ചെയ്ത് ഇപ്പം ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ ഇപ്പം ജിയോയിലേക്ക് പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന ഓഫർ തരാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര സംഭവം റീചാർജ് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഓഫർ നമുക്ക് തരാൻ
പറ്റും. ഇപ്പോൾ ഒരു 1% കൺവേർഷൻ റേറ്റ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് നല്ലതാണ്. സോ അങ്ങനെ അവർക്ക് കുറച്ചും കൂടെ കസ്റ്റമേഴ്സിനെ അതിൽ നിന്നും ഗെയിൻ ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, പിന്നീടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജിയോ 5G ലോഞ്ച് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ഏകദേശം ഇന്ത്യയിൽ 400ഓളം സിറ്റീസിൽ 5G, ഇപ്പം പ്രധാനമായിട്ടും ഇന്ത്യയിലെ 5G പ്രൊവൈഡർ നമ്മുടെ ജിയോ തന്നെയാണ്. അപ്പം ആ ഒരു രീതിയിലും ജിയോയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു റവന്യൂ കിട്ടും. അതായത് റീചാർജിലൂടെ, അതായത് 5G റീചാർജ് ചെയ്യും, അതിലൂടെ ജിയോ സിനിമ കാണാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അവിടുന്ന് നമുക്ക് റവന്യൂ കിട്ടും. അപ്പം ആക്റ്റീവ്ലിയും പാസീവ്ലിയുമായിട്ട് ഒരുപാട് രീതിയിൽ ജിയോയ്ക്ക് പൈസ കിട്ടും. ആൻഡ് അൾട്ടിമേറ്റ്ലി ജിയോയ്ക്കാണ് പരസ്യം കിട്ടും. ജിയോയ്ക്ക് നല്ല രീതിയിലുള്ള പ്രൊമോഷൻസ് കിട്ടുന്നുണ്ട്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ടാറ്റ IPL ആണ്. പക്ഷെ പലപ്പോഴും പലയിടത്തുമായിട്ട് പറയുന്നത് ജിയോ IPL എന്നൊക്കെയാണ്. അതിന് കാരണം എന്താണ്? ഇപ്പൊ പരസ്യത്തിലായ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും ജിയോ ആണ് നിറഞ്ഞിരിക്കുന്നത്. അപ്പം മൊത്തത്തിൽ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാണ് ജിയോ ഇവിടെ ചെയ്യും. ഇനിയിപ്പം അടുത്ത വർഷം ജിയോ വന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ജിയോ സിനിമ തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ അടുത്തൊരു വർഷം വന്നിട്ട് ജിയോ സിനിമ പറയാണ് ജിയോ സിം ഉള്ളവർക്ക് മാത്രമേ ജിയോ സിനിമ കാണാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. ആൻഡ് ജിയോ സിനിമയിൽ മാത്രമേ സ്ട്രീമിംഗ് ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യും? ഒരു ജിയോ സിം എടുത്താൽ പോരെ? വലിയ സംഭവമൊന്നും ഇല്ലല്ലോ, വേറെ സബ്സ്ക്രിപ്ഷൻ ഒന്നും കൊടുക്കണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു ജിയോയുടെ സിം എടുക്കും. ജിയോയുടെ സിം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ജിയോയിൽ തന്നെ റീചാർജ് ചെയ്ത് ജിയോ സിനിമ, റൈറ്റ്? അപ്പൊ എന്ത് ജിയോയ്ക്ക് വീണ്ടും കസ്റ്റമേഴ്സ് കൂടിക്കൊണ്ടിരിക്കും. സോ എയർടെൽ ജിയോയുമായിട്ടുള്ള കോമ്പറ്റീഷനിൽ എയർടെലിനെ തകർക്കാൻ തീർച്ചയായിട്ടും ജിയോയ്ക്ക് ഈ ഒരു സംഭവം വെച്ച് പറ്റും എന്നാണ് വിശ്വസിക്കുന്നത്. ഇത്രയൊക്കെ സംഭവങ്ങളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ തോട്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് കമന്റ് ചെയ്യാം. അപ്പം ഒരു രസത്തിന് ചെയ്ത വീഡിയോ ആണ്, കൊള്ളാൻ തോന്നുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം.